അപ്പോൾ നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനൽ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലെ ഉമ്മന്നൂർ പഞ്ചായത്തിലെ ഏവന്നൂരിലാണ്, കൊച്ചുകുന്നുംപുറത്ത് ഒരു വീട്ടിലാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു നല്ല കലാകാരിയുണ്ട്, +2 വിദ്യാർത്ഥിയാണ്, രേഷ്മ സുരേഷ്. അപ്പോൾ നമുക്ക് ആ കുട്ടിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പാട്ട് പാടുക എന്നതാണ്, നാടൻ പാട്ടുകൾ. പാട്ടുകളൊന്നും പഠിച്ചിട്ടില്ല. സ്കൂൾ മത്സരങ്ങളിലെ ഒക്കെ പോയി ഒരുപാട് വേദികൾ പങ്കിട്ട് ഒരുപാട് പ്രൈസുകളൊക്കെ മേടിച്ചൊരു കുട്ടിയാണ്. പാലമുറ്റത്ത് സുരേഷിന്റെയും സുമയുടെയും മകളാണ് രേഷ്മ. അപ്പോൾ നമുക്ക് ആ കുട്ടിയുടെ കഴിവുകൾ, ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രേഷ്മ നമ്മുടെ ചാനലിൽ കൂടി നിങ്ങൾക്ക് പാട്ടുകൾ പാടി തരുന്നത് നോക്കാം. നല്ല സ്വരമാധുരിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാട്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് വീണ്ടും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രേഷ്മയുടെ വിശേഷങ്ങൾ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി പങ്കുവയ്ക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് പാട്ടിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകാം. ഞാൻ രചിച്ച കവിതകൾ കണ്ടു ഞാൻ രചിച്ച കവിതകൾ കണ്ടു ഞാൻ വരാതെ വന്നോരൻ ദേവി നീന്തിരുന്ന ചന്ദ്രികേ നമ്മള് രേഷ്മയുടെ ഒരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ രേഷ്മയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. രേഷ്മയുടെ അച്ഛനൊരു പെയിന്റിംഗ് വർക്ക്ഷോപ്പിലാണ്, ചടയമംഗലത്ത്. അതായത് സുരേഷ് എന്നാണ് പേര്. അമ്മ സുമയാണ് ബാക്കിൽ നിൽക്കുന്നത്. നമുക്ക് ഈ കൊച്ചു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കണം. വേണം. നമ്മുടെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് പേര് പലരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈക്കും ഷെയറും മാത്രമല്ല, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ രേഷ്മയെ ഹെൽപ്പ് ചെയ്യുക. കാരണം +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അടുത്ത് എന്താണ് പഠിക്കാൻ പോകുന്നത്? TTC റെഡി ആയല്ല? അഡ്മിഷൻ അപ്പൊ TTC പഠിക്കാൻ പോവാണ്. ടീച്ചറാണുള്ള പരിപാടിയാണ്. അപ്പൊ അഡ്മിഷനൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് യൂണിവേഴ്സ വേദികളിലൊക്കെ പോയിട്ടുണ്ട്. എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു പാട്ടിന്. ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവം ഇല്ല, പ്രൈസ് കിട്ടിയില്ല. നാടൻ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുക. രേഷ്മയുടെ നല്ല അടിപൊളി സ്വരമാണ്. പാട്ട് പഠിച്ചിട്ടില്ല കേട്ടോ. പാട്ടൊക്കെ പഠിക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പിന്നണിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്വരമാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എല്ലാരെ കൊണ്ടും പറ്റില്ല. നാടൻ പാട്ടിന് ഒരു ശൈലിയുണ്ട്. കലാഭവൻ മണിയൊക്കെ പോലെയുള്ള ആൾക്കാർ പാടി പതിഞ്ഞ ഗാനങ്ങളാണ്. അപ്പോൾ രേഷ്മയുടെ നല്ല സ്വരമാണ്. പാട്ട് പഠിക്കാത്ത പാട്ടുകാരിയാണ്. അപ്പോൾ കലാഭവൻ മണി ഇഷ്ടമാണോ? കലാഭവൻ മണിയുടെ പാട്ടുകൾ ഏതൊക്കെയാ പാടാൻ ഇഷ്ടം? പാടും. ഓടപ്പഴം പോലൊരു പെണ്ണിനാ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോലാണ്ട്. ഓടപ്പഴം പോലൊരു പെണ്ണിനാ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോലാണ്ട്. ഇന്നു നിന്റെ വീട്ടിലെ കല്യാണ അലങ്കാരോ, ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ട്. ഓടപ്പഴം പോലൊരു പെണ്ണിനാ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോലാണ്ട്. കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്ത് ഞാനൊന്നു
കരിനീല കണ്ണുള്ള പെണ്ണേ. രേഷ്മയ്ക്ക് TTC പഠിക്കാൻ പോകുന്നു എങ്കിലും തന്നെ ഈ പാട്ടുരംഗത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നല്ല രീതിയിൽ പാടി പോണം, സിനിമയിലൊക്കെ പാടണം, അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് വേദികളൊക്കെ കിട്ടി? അഭിലാഷ് ശർക്കന്നൂര് ആണ് കൊണ്ടുവന്നത് അല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കൊണ്ടുവരുന്നത് അഭിലാഷ് ശർക്കന്നൂർ എന്ന് പറയുന്ന സിംഗർ. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഭിലാഷ്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പാട്ട് രംഗത്തേക്ക് തന്നെ പോകണമെന്നാണ് ആഗ്രഹം. പാട്ടിന്റെ തനതായ ശൈലിയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാൻ മറ്റുള്ള പഠിത്തത്തിന് പോയാലും പാട്ട് വിടില്ല. ഇല്ല. ഞാറ്റുമുടി കുത്തി താളത്തില് പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. ആരിയ നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടല്ലി ചാരിഞ്ഞാട്. ഞാറ്റുമുടി കുത്തി താളത്തില് പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. അക്കണ്ട നിക്കണ്ട മേലത്തെ കുഞ്ഞിക്കണ്ട കണ്ടത്തിനോരത്തെ കുണ്ടും കുത്തി. ആയില ചേമ്പേല വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ട് പോയതല്ലേ. ആയില ചേമ്പേല വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ട് പോയതല്ലേ. പാടാൻ ഭയങ്കര പേടിയായിരുന്നു ശരിയാവുമെന്ന്. അപ്പൊ ഇവിടെ യുവതാരയിൽ ഒരു ക്ലബ്ബുണ്ട്. അപ്പൊ അവിടെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അങ്ങനെ പോയ ഫസ്റ്റ് പാടിയത്. അങ്ങനെ ബാലോത്സവത്തിനൊക്കെ കൊണ്ടുപോയി പദ്യപാരായണത്തിനൊക്കെ ഞാൻ പറ്റുമെന്ന് പറഞ്ഞങ്ങ് ചേർത്ത് അങ്ങനെ പാടിയ പഠിച്ചത്. മഞ്ഞക്കുറി വരച്ച് മുടി എടുത്തേ ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തണ്ട. മഞ്ഞക്കുറി വരച്ച് മുടി എടുത്തേ ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തണ്ട. മലവായി പിറന്നവളെ മരം കൊത്ത് പാട്ടിൽ കളിച്ചവളെ. മലവായി പിറന്നവളെ മരം കൊത്ത് പാട്ടിൽ കളിച്ചവളെ. കരയിൽ തറാവാട്ടിൽ വന്നാൽ കള്ളാടി പാട്ടൊന്ന് കേൾക്കാം. മഞ്ഞക്കുറി വരച്ച് മുടി എടുത്തേ ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തണ്ട. മഞ്ഞക്കുറി വരച്ച് മുടി എടുത്തേ ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തണ്ട. നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് കലാകാരികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടിയാണ് രേഷ്മ. ഇപ്പൊ രേഷ്മയുടെ പാട്ടുകൾ ഗംഭീരമാണ്. കാരണം നമ്മുടെ വേറിട്ട കാഴ്ചകൾ എന്ന പരിപാടിയിൽ ഇതുപോലെയുള്ള ഒരുപാട് പേരെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ രേഷ്മയെ നിങ്ങൾ ഫുള്ള് സപ്പോർട്ട് ചെയ്യണം. രേഷ്മയ്ക്ക് പഠിക്കാൻ പോകണം, അതിനുപരി പാട്ടുകാരിയായി മാറുകയും വേണം. അപ്പോൾ നിങ്ങൾ ഈ രേഷ്മയുടെ വീടാണ് ഈ കാണുന്നത്. വളരെ സാമ്പത്തികമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അച്ഛന് ഒരു പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ പണിയാണ്, എപ്പോഴും പണിയൊന്നുമില്ല. അമ്മയും ഒരു അനുജനുമാണുള്ളത്. നല്ല കഴിവുള്ള ഒരു മകളാണ്. അപ്പോൾ പഠിത്തത്തിലും മിടുക്കിയാണ്, അതുപോലെ തന്നെ പാട്ടിലും മിടുക്കിയാണ്. നാടൻ പാട്ടുകൾ പാടി നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സഹായം ചെയ്യാൻ പറ്റുന്നവർ സഹായം ചെയ്യണമെന്ന് മാത്രമാണ് പറയുന്നത്. രേഷ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യുക. അഭിലാഷാണ് ഒരു ചെറിയ പാട്ട് ഫേസ്ബുക്ക് പേജിൽ ഇട്ടത്, അത് കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. അഭിലാഷ് ശർക്കന്നൂരിനെ നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം അല്ലേ? സൂപ്പർ ആക്കാം അല്ലേ? ശ്രീ ഗുരുവായൂരപ്പ ശ്രീഹരിനാരായണ ഹരേ. കണ്ണും കൂട്ടി കയ്യോ കൂപ്പി ഞാനിട കൈ തൊഴുന്നേ. ശ്രീ ഗുരുവായൂരപ്പ ശ്രീഹരിനാരായണ ഹരേ. കണ്ണും കൂട്ടി കയ്യോ കൂപ്പി ഞാനിട കൈ തൊഴുന്നേ. മലമേൽ വാഴുന്ന മലവാരത്തമ്മേ ഞങ്ങളെ കാത്തിടണേ. മലമേൽ വാഴുന്ന മലവാരത്തമ്മേ ഞങ്ങളെ കാത്തിടണേ. ശ്രീ ഗുരുവായൂരപ്പ ശ്രീഹരിനാരായണ ഹരേ. കണ്ണും പൂട്ടി കയ്യോ കൂപ്പി ഞാനിട കൈ തൊഴുന്നേ. അപ്പോൾ നമ്മള് രേഷ്മയുടെ മനോഹരമായ പാട്ടുകളൊക്കെ കേട്ടു.
അപ്പൊ രേഷ്മയുടെ ആ കഴിവുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. നിങ്ങള് രേഷ്മയുടെ വീടൊക്കെ കണ്ടല്ലോ. അപ്പോൾ ജനലുകളൊക്കെ മാത്രമേ ഉള്ളൂ, വാതിലുകളില്ലാത്ത വീട്, അടച്ചുറപ്പില്ലാത്ത വീട്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രേഷ്മയുടെ അച്ഛൻ സുരേഷ് ഒരു പെയിന്റിംഗ് വർക്ക്ഷോപ്പ് നടത്തുകയാണ്. വലിയ വരുമാനമൊന്നുമില്ല. അപ്പോൾ നിങ്ങള് രേഷ്മയ്ക്ക് പറന്ന് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പാട്ടുപാടി. അപ്പോൾ അങ്ങനെ രേഷ്മയെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചാനൽ വഴി തരുക, ബാക്കിയൊക്കെ തീരുമാനിക്കുക നിങ്ങളാണ്. അപ്പോൾ ഒരു കൊച്ചു കലാകാരിയെ അടിപൊളിയായിട്ട് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ രേഷ്മ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാം ശരിയാവും, എല്ലാം ശരിയാകണം. ഓക്കെ.